ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ക്യാരറ്റ് എടുക്കുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ വേണം ഇതിനായിട്ട് എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്താലും മതി. ഇത് ഒരുപാട് മധുരം ഉണ്ടാവില്ല ഈ ഒരു അളവിൽ ചേർക്കുമ്പോൾ. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് നന്നായിട്ട് കട്ടിയാക്കി എടുത്തത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു അളവിൽ 3 സ്കൂപ്പ് ഐസ്ക്രീമും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്ന സമയത്ത് ഒരു ചെറിയ മധുരമാണ് ഉണ്ടാവുക. അപ്പോൾ മധുരം നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഐസ്ക്രീം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കിസ്മിസാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ 2 കളറിലുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂണ് അനാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കോൺഫ്ലെക്സ് ഒക്കെ ചേർക്കുമ്പോൾ കുറച്ച് നേരത്തെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ എല്ലാം കൂടി കുതിർന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. എല്ലാം കൂടി ചേർക്കുമ്പോഴാണ് ഈ കണ്ണൂർ കോക്ടെയിൽ അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 അത്യാവശ്യം വലിയ ജ്യൂസ് ഗ്ലാസ്സിനുള്ള അളവ് ഉണ്ടാവും. പിന്നെ നമുക്കിത് ഇഷ്ട രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലെക്സും അതുപോലെ അനാറും പിന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അടിപൊളി ലുക്കാണ് കാണാൻ, അതുപോലെ തന്നെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല ഫില്ലിംഗ് ആണ്. ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.